ഇപ്പോൾ ലെമറിഡിയൻ, സൗത്ത് പാർക്ക് അല്ലെങ്കിൽ രാജാവിൻ്റെ ഷെഫ്, ഇവിടെയെല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും നല്ല ഷെഫ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കാതെയല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് ഷെഫിനൊരു അറിവ് കിട്ടിയത് കെൽത്തിയിൽ നിന്നാണ്. എൻ്റെ ഒരു ക്ലാസ്മേറ്റായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ആണ് ഞാൻ കെൽത്തീനെ പറ്റി അറിയുന്നത്. അവിടെ കെൽത്തിയിലേക്ക് 2-3 സലാഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1 വീക്കിലേക്ക് വേണ്ടി വന്നതാണ്. 93 കിലോ കുറയാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഒത്തിരി എക്സസൈസ് ചെയ്തായിരുന്നു, പല കാര്യങ്ങളും ചെയ്തു. രുചി എന്നുള്ളത് അല്ലെങ്കിൽ ടേസ്റ്റ് എന്നുള്ളതൊരു മെയിൻ ഫാക്ടർ അല്ലേ? ഹായ് ഷെഫ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ, നമ്മുടെ കെൽത്തി സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് ഏകദേശം ഷെഫ് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കെൽത്തിയുടെ ജേർണിയിൽ ഷെഫുണ്ട്. ഇത് ഷെഫിൻ്റെ പാഷനായിരുന്നോ? ശരിക്കും എനിക്കിതൊരു പാഷൻ ആയിരുന്നില്ല ഷെഫ് ആവുക എന്നുള്ളത്. എൻ്റെ ഒരു പാഷൻ ഒരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ പാഷൻ. അത് യാദൃശ്ചികമായിട്ട് ഈ ഷെഫിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഓക്കെ, ബോഡി ബിൽഡറിൽ നിന്ന് ഷെഫിലേക്കാകാൻ അല്ലെങ്കിൽ അവിടെ ഒരു ഡീവിയേഷൻ വരാനുണ്ടായ ജേർണി അല്ലെങ്കിൽ അതൊന്ന് പറയാമോ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഈ ലൈഫ് ജേർണി പറയേണ്ടി വരും. ഞാൻ 2000-ലാണ് ശരിക്കും ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചത്. അത് പഠിക്കാൻ പോലും തിരഞ്ഞെടുക്കാൻ കാരണം ഒരു ജിമ്മിൽ പോവുക, ഒരു ബോഡി ബിൽഡർ ആവുക എന്നുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. അന്നേരം കോഴ്സ് പഠിക്കുന്നതിൻ്റെ ഒപ്പം പാർട്ട് ടൈമായിട്ട് ഞാൻ ജോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബ്രേക്ക് ടൈമിൽ ശരിക്കും ജിമ്മിലും പോകുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ 2000-ൽ ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. കോഴ്സിൻ്റെ ഇടയ്ക്ക് ജിമ്മിൽ പോകുന്നു, അതിനുശേഷം പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുന്നു. കോഴ്സ് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിവേറ സൂട്ട്സിൽ, തേവരയിൽ റിവേറ സൂട്ട്സിൽ ജോബിനായിട്ട് കയറുകയാണ്. അതൊരു കോമി തേർഡായിട്ട് ജോലിക്ക് കയറുന്നു. അവിടെ നിന്ന് ശരിക്കും എൻ്റെ റിസൾട്ടെല്ലാം വന്നതിന് ശേഷം എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 2001-ൽ ഞാൻ കൊച്ചി ലേമർഡിയനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെയാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ്. അത് 3 ഇയർ അപ്രന്റീസ്ഷിപ്പായിരുന്നു. അതാണ് എൻ്റെ ലൈഫിലെ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറയാം. അവിടെ ഏകദേശം നമ്മൾ 3 വർഷം അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയിരുന്നു. അത് എല്ലാ സെക്ഷനിലും, ഇപ്പോൾ കോണ്ടി സെക്ഷനിൽ വർക്ക് ചെയ്തായിരുന്നു, സൗത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തു, ചൈനീസിൽ, നോർത്ത് ഇന്ത്യനിൽ, ഇറ്റാലിയൻ കിച്ചണിൽ, ഗാർമെൻറ്ററിൽ, ബുച്ചറിൽ, ഇങ്ങനെ എല്ലാ സെക്ഷനിലും നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരിക്കും അവിടുത്തെ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 18 അവേഴ്സെല്ലാം ഡ്യൂട്ടി ടൈം ഉണ്ടായിരുന്നു. അതായത് ശരിക്കും 8 അവേഴ്സാണ് ഡ്യൂട്ടി. പക്ഷേ നമ്മുടെ തിരക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ 12 അവേഴ്സ് നിൽക്കേണ്ടി വരും. 18 അവേഴ്സ് വരെ നമ്മൾ നിന്ന ദിവസങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഈ സമയത്ത് ശരിക്കും ജിമ്മിൽ പോവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു, കാരണം റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങുക എന്നുള്ളത്, കാരണം അത്രമാത്രം വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അത്രയും തിരക്കുള്ളൊരു കിച്ചനായിരുന്നു നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം ശരിക്കും പറഞ്ഞാൽ ജിമ്മ് എന്നുള്ളത്, ശരിക്കും ബോഡി ബിൽഡിംഗ് എന്നുള്ള സംഭവം നമ്മളവിടെ മാറ്റി വെച്ച് ശരിക്കും ഇതിനോട് ഇഴകി ചേർന്നു. കിച്ചനുമായിട്ട് നമ്മളൊന്ന് ഇഴകി ചേരുകയായത്. ഓക്കെ, ആ ഒരു ടൈം കിട്ടാത്തതായിരുന്നോ അതോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ ബോഡി ബിൽഡിങ്ങിൽ നിന്ന് ഷെഫ് എന്നുള്ളൊരു പ്രൊഫഷനിലോട്ട് മാറാൻ? അതായത് ടൈം കിട്ടാതെ വന്നപ്പോൾ ശരിക്കും നമ്മൾ കിച്ചനെ ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ ഇതൊരു നമ്മുടെ ജോബായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അറിയാതെ തന്നെ ഞാൻ ഈ ഫീൽഡിനെ ഇഷ്ടപ്പെട്ടു, ഒരു ഷെഫിനെ ഇഷ്ടപ്പെട്ടു, കിച്ചനെ ഇഷ്ടപ്പെട്ടു, ഫുഡിനെ ഇഷ്ടപ്പെട്ടു. ഇന്ന് എനിക്കത് വലിയ പാഷനോട് കൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പാഷനും പ്രൊഫഷനും ഒന്നാകുന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ജോബ്, നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. ലേമർഡിയനിൽ ഈ 3 വർഷം അപ്രന്റീസ്ഷിപ്പ് ചെയ്തു. അതിനുശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രിവാൻഡ്രം സൗത്ത് പാർക്കിൽ DCDP പോസ്റ്റിൽ ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്തു. എനിക്ക് വേണമെങ്കിൽ തിരിച്ച് ഇവിടെ ലേമർഡിയിൽ തന്നെ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത്രയും കൂടി നല്ല പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സൗത്ത് പാർക്കിലേക്ക് പോയി. അവിടെ നിന്ന് ഏത് മലയാളിനെ പോലെ എല്ലാ മലയാളികളുടെയും വലിയ സ്വപ്നമാണ് ഗൾഫിൽ പോവുക എന്നുള്ളത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ദുബായിലേക്ക് പോയി. ഏകദേശം കുറച്ച് നാൾ ഞാൻ ദുബായിൽ ഏകദേശം 1 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് 1 വർഷം വർക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് ലേമർഡിയിൽ എന്നെ വിളിക്കുകയും ലേമർഡിയിലേക്ക് തിരിച്ചു വരികയാണ്. അന്നേരം അവിടെ ശരിക്കും ഞാൻ വീണ്ടും എൻ്റെ കരിയർ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കോമി ഫസ്റ്റ് എന്നുള്ള രീതിയിൽ, അതായത് കിച്ചൺ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കുക്കായിട്ട് ഞാൻ വീണ്ടും ലേമർഡിയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഒരു 2006-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2015 വരെ ലേമർഡിയിൽ തന്നെയായിരുന്നു. ഏകദേശം അവിടെ നമ്മൾ അതൊരു കരിയറിലെ മെയിൻ ഭാഗം അവിടെ തന്നെയായിരുന്നു ലേമർഡിയിൽ. അവിടെ പിന്നെ സൂപ്പർവൈസറായി, കിച്ചൺ CDP ആയി, സീനിയർ CDP ആയിട്ട് നമ്മളങ്ങനെ
അന്നേരം ഒത്തിരി നല്ല അനുഭവങ്ങൾ നമുക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ അവിടുത്തെ എംപ്ലോയി ഓഫ് ദി ഇയർ, കല്യാണ രീതി കോമ്പറ്റീഷൻ പോയ മെഡലുകൾ, ഇതെല്ലാം ലേ മെറിഡിയനെ പ്രതികരിച്ച് എനിക്ക് ഒത്തിരി ഇത് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ലേ മെറിഡിയനിൽ വർക്ക് ചെയ്താണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഈ ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ പൃഥ്വിരാജിൻ്റെ മദർ മല്ലിക സുമാനായിട്ട് പരിചയപ്പെട്ട് അവരുടെ ഖത്തറിലുള്ള ഒരു 8 പ്രോപ്പർട്ടിയുടെ ഷെഫായിട്ട്, കോർപ്പറേറ്റ് ഷെഫായിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഖത്തറിലേക്ക് പോയി. അവിടെ കുറച്ച് നാൾ നമ്മൾ വർക്ക് ചെയ്തു. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ലൈഫിലെ അടുത്ത ടേണിംഗ് പോയിൻ്റ് ഒമാൻ രാജാവിൻ്റെ ഷെഫായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവന്നു. അതായത് ഞാൻ ജനിച്ചു വളർന്നത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വളർന്നു വന്നത്. പക്ഷേ അവിടെ ചെന്നത് എൻ്റെ ലൈഫിലെ ഒത്തിരി ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഒരു രാജാവിൻ്റെ പേഴ്സണൽ ഷെഫായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. നീണ്ട 5 വർഷക്കാലം അവിടെ എനിക്ക് ഫാമിലീനെ കൊണ്ടുപോകാൻ സാധിച്ചു. ലേ മെറിഡിയനിൽ നിന്നപ്പോൾ തന്നെ എൻ്റെ വിവാഹം നടന്നു. അവിടെ ചെന്ന് വൈഫിനെ ഫാമിലീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതിലെല്ലാത്തിലുപരി എനിക്ക് എൻ്റെ പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ശരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ലൈഫായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ സുഖിച്ച് വാഴുക. ലേ മെറിഡിയനിൽ കഷ്ടപ്പെട്ടതിൻ്റെ എല്ലാത്തിൻ്റെയും ഫലം എന്നോണം അവിടെ നല്ല സാലറിയും എന്നാൽ പണി വളരെ കുറവും, അങ്ങനെ ഒരു ലൈഫായിരുന്നു. അന്നേരം വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് വീണ്ടും കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വരിക, നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടി. അങ്ങനെ ഇനി ജോബ് വേണ്ട, അങ്ങനെ ജീവിക്കാം, നാട്ടിൽ ജീവിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഞാനിരുന്നത്. അങ്ങനെ കുറച്ച് ആളിരുന്ന് കഴിഞ്ഞപ്പോൾ കൊറോണയെല്ലാം മാറി കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ ഒരു സീനിയർ ഷെഫ്, റിവേറ സൂട്ട്സിൽ വർക്ക് ചെയ്ത എൻ്റെ ഒരു സീനിയർ ഷെഫിൻ്റെ പ്രോപ്പർട്ടിയിൽ ഒരു കൺസൾട്ടിങ് ഷെഫായിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ പോയി കുറച്ച് നാൾ അവിടെ കൺസൾട്ടിങ് ഷെഫായിട്ട് വർക്ക് ചെയ്തു. കിച്ചൺ സെറ്റ് ചെയ്യുക, സ്റ്റാഫിനെ സെറ്റ് ചെയ്യുക, മെനു സെറ്റ് ചെയ്യുക എന്നതിന് വേണ്ടി അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ കുറച്ച് നാൾ നിന്നു. പിന്നെ അപ്പോൾ ഒമാനിലേക്ക് പോകാൻ ട്രൈ ചെയ്തില്ലേ? ശരിക്കും ഞാൻ എൻ്റെ നാട്ടിൽ സെറ്റിലാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വൈഫും ഫാമിലി എല്ലാമായിട്ട് നാട്ടിൽ സെറ്റിലാവാൻ ഒരു ആഗ്രഹിച്ച വ്യക്തിയാണ്. അതാണ് നാടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒമാനിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അതിനൊരു സാഹചര്യമായി മാറി എന്ന് മാത്രമേ കൊറോണ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റായ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ആണ് ഞാൻ കെൽത്തീനെ പറ്റി അറിയുന്നത്. അവിടെ കെൽത്തിയിലേക്ക് ഒരു 2-3 സലാഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 1 വീക്കിലേക്ക് വേണ്ടി വന്നതാണ്. അങ്ങനെ കെൽത്തിയിലെത്തിപ്പെട്ട് അങ്ങനെ ചെയ്ത് നമ്മളൊരു 1 വീക്ക് കുറച്ച് സലാഡുകളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഡയറക്ടർമാരിൽ ഒരാളായ എബി ഐസക്ക് 1 മാസം കൂടി ഇതിന് നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു. അന്നേരം അങ്ങനെ നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് നമ്മൾ കുറേ ഫുഡുകൾ ട്രെയിൽ ചെയ്ത് കൊടുത്തു. പക്ഷേ എന്നിൽ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ഈ കെൽത്തിയിൽ വരുമ്പോൾ 93 kg ഉണ്ടായിരുന്നു. 93 കിലോ കുറയാൻ വേണ്ടി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഒത്തിരി എക്സസൈസ് ചെയ്തായിരുന്നു, പല കാര്യങ്ങളും ചെയ്തു. പക്ഷേ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കെൽത്തിയിൽ വന്ന് 1 മാസം ഞാൻ വർക്ക് ചെയ്തപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഈ ഒറ്റ മാസം കൊണ്ട് തന്നെ 3 കിലോ കുറഞ്ഞു. ഞാൻ പ്രത്യേകിച്ച് എക്സസൈസോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല. കെൽത്തിയിലെ ഭക്ഷണ രീതികളാണോ? അതെ, കെൽത്തിയിലെ ഭക്ഷണ രീതിയാണ്. അന്നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ്, ജിമ്മിൽ പോയാൽ മാത്രമാണ് വെയിറ്റ് കുറയുള്ളൂ എന്നൊരു കൺസെപ്റ്റ് എനിക്കുണ്ടായിരുന്നു. എന്തായാലും കെൽത്തിയിൽ വന്ന് ഫസ്റ്റ് 1 മന്തിൽ എൻ്റെ ഒരു 3 കിലോ വെയിറ്റ് കുറഞ്ഞു. പക്ഷെ അതെന്നെ ഒത്തിരി ഹാപ്പിയാക്കി. ആ ഹാപ്പി ഫാക്ടർ എന്തായിരുന്നു ആ ഭക്ഷണ രീതിയിലുണ്ടായിരുന്നത്? അത് എൻ്റെ ഒരു പുതിയ അറിവായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1 മാസം ശരിക്കും ഞാൻ കാർബ്സ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു. അതായത് സാധാരണ ഞാനിപ്പോൾ മറ്റു ഹോട്ടലുകളിലെല്ലാം നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കും, ഫ്രൈഡ് റൈസ് കഴിക്കും, ബട്ടർ ചിക്കൻ, റൊട്ടി, നാൻ, ഇതെല്ലാം നമ്മൾ കഴിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതല്ല. ഇവിടെ മെയിനായിട്ട് പ്രോട്ടീൻ ഫുഡുകളാണ്. അതായത് നമ്മുടെ എല്ലാ ഫുഡുകളിലും ഒരു 40% പ്രോട്ടീനാണ്. അന്നേരം ഈ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചപ്പോൾ ശരിക്കും കാർബ്സ് കുറയ്ക്കുകയും പ്രോട്ടീൻ കൂടുതലും കഴിച്ചപ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ വെയിറ്റ് റെഡ്യൂസായി. ഓക്കെ, അപ്പോൾ ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ രുചി എന്നുള്ളത് അല്ലെങ്കിൽ ടേസ്റ്റ് എന്നുള്ളത് ഒരു മെയിൻ ഫാക്ടർ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും അങ്ങനെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അതായത് ഞാൻ വർക്ക് ചെയ്തെല്ലാം ഒരു ബിസിനസ് പ്രോപ്പർട്ടികളിലാണ്. ഇപ്പോൾ ലേ മെറിഡിയൻ, സൗത്ത് പാർക്ക് അല്ലെങ്കിൽ രാജാവിൻ്റെ ഷെഫ്, ഇവിടെയെല്ലാം നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതാണ് ഏറ്റവും നല്ല ഷെഫ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. കെൽത്തിയിൽ വന്നപ്പോഴാണ് ടേസ്റ്റിനേക്കാളും ഒരു മുൻഗണന കൊടുക്കേണ്ടത് ശരിക്കും ആരോഗ്യത്തിനാണ്,
അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കിട്ടിയത്. ഹെൽത്തി ഫുഡുകൾ എങ്ങനെ ഉണ്ടാക്കാം, അത് നമ്മുടെ ലൈഫിനെ എത്രത്തോളം ചേഞ്ച് ചെയ്യും എന്നുള്ളൊരു അറിവ് എനിക്കിവിടെ വന്നപ്പോഴാണ് കിട്ടിയത്. അതും പ്രോട്ടീൻ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതും എനിക്കിവിടെ നിന്ന് മനസ്സിലായി. പ്രോട്ടീന് മാത്രമല്ല, ശരിക്കും ആൻറ്റി ഓക്സിഡൻസ്, അതുപോലെ ഫൈബർ, ഇതെല്ലാം മിക്സ് ചേർന്നൊരു ഫുഡാണ് നമ്മളിവിടെ ഹെൽത്തിയിൽ കൊടുക്കുന്നത്. ഇത് കഴിച്ചപ്പോഴാണ് ശരിക്കും ആദ്യത്തെ മാസത്തിൽ തന്നെ എനിക്കൊരു 3 കിലോയുടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്തു. ഇതിന് ശേഷം ഞാൻ ശരിക്കും ഈ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവരെ ഡയറക്ടർമാരെല്ലാവരും കൂടി വന്ന്, ഒരു 3 പേരാണ് ഡയറക്ടേഴ്സ്, ഈ 3 പേരും കൂടി വന്ന് നമ്മളോട് സംസാരിച്ചു, അജോയ്ക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാമോ എന്ന്. ഞാനും നോക്കിയപ്പോൾ ഞാനും വളരെ ഹാപ്പിയായി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ആരോഗ്യം ഒട്ടും ശ്രദ്ധിക്കാതിരുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് 93 kg പോയത്. അന്നേരം അത് ശ്രദ്ധിക്കുകകൂടി ചെയ്യാമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ ഹെൽത്തിയിൽ ജോയിൻ ചെയ്യാൻ കാരണം. ഇവിടെ ഇപ്പോൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പ്രോട്ടീൻ കണ്ടൻസ് എന്തൊക്കെയാണ്? പ്രോട്ടീൻ നമ്മളിപ്പോൾ ചിക്കനിലെ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഫിഷിൽ നിന്നുള്ളത്, ബീഫിൽ നിന്നുള്ള പ്രോട്ടീൻസ്, അതുപോലെ നട്ട്സ്, വെജിറ്റബിൾസിലുള്ള പ്രോട്ടീൻസ്, മറ്റേ ഡയറി പ്രോഡക്ട്സിൽ നിന്നുള്ള പ്രോട്ടീൻസ്, അതുപോലെ എല്ലാം നമ്മുടെ ഏത് വെജിറ്റേറിയൻ എടുത്താലും നോൺ വെജ് എടുത്താലും എല്ലാത്തിലും പ്രോട്ടീനാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അതുപോലെ ഫൈബറും, പ്രോട്ടീൻ എത്ര ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫൈബറും കാർബ്സും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയൊരു അറിവ് എന്ന് പറയുന്നത്, ഓരോ മീറ്റിലും ഓരോ ഫുഡിലും, ഇപ്പോൾ ഫിഷിൽ, ചിക്കനിൽ, ബീഫിൽ എല്ലാത്തിലും എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ എഗ്സിൽ എന്തോരം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ചിന്താഗതി എഗ്ഗ് വൈറ്റ് മാത്രം കഴിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഹെൽത്തിയിൽ വന്നതിന് ശേഷം കിട്ടിയ ഒരു അറിവാണ്, എഗ്ഗ് യോക്കും നമുക്ക് കഴിക്കാം, അതിനും അത്രത്തോളം പ്രാധാന്യമുണ്ട്. എഗ്ഗ് യോക്ക് കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവും, ഷുഗർ കൂടും, ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. ശരിക്കും ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഫാറ്റി ലെവൽ 2 ആയിരുന്നു, അതുപോലെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, ഷുഗർ അതിൻ്റെ ബോർഡറിലായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം മാറ്റം വന്നു. അതായത് ഞാൻ 93 ഉണ്ടായിരുന്ന ഞാനിപ്പോൾ 76 kg ആയി. എനിക്ക് ഫാറ്റി ലിവർ ഇല്ല, മാറി, അതുപോലെ കൊളസ്ട്രോൾ മാറി, ഷുഗർ ഒട്ടും തന്നെ ഇല്ല. അന്നേരം ഇതെല്ലാം ഈ ഒരു ഫുഡിൽ നിന്ന് വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മന്ത് കൊണ്ട് വന്ന മാറ്റമാണിത്. പ്രത്യേകിച്ച് വലിയ എക്സസൈസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അല്ലാതെ തന്നെ ഈ ഒരു ഡയറ്റിലൂടെ എനിക്ക് വന്ന മാറ്റമാണിത്. എന്നാൽ ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വെയിറ്റ് ഇത്രത്തോളം ഏകദേശം 16 കിലോ വെയിറ്റ് കുറഞ്ഞു. ഈ 16 കിലോ വെയിറ്റ് കുറഞ്ഞിട്ടും പ്രത്യേകിച്ച് മാറ്റം എനിക്കില്ല. അതായത് മാറ്റം വെച്ചാൽ വീക്കായിട്ട് ക്ഷീണവും കാര്യങ്ങളില്ല, ഒരു ഉന്മേഷത്തിന് കുറവില്ല. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആവുകയാണ്, എനർജി കൂടിയതുപോലെ എനിക്ക് തോന്നുന്നു. ശരിക്കും എൻ്റെ ഒരു 21 വയസ്സിൽ ഞാൻ എങ്ങനെയായിരുന്നോ അതുപോലെ ഞാൻ ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഇപ്പോൾ പ്രോട്ടീൻ റിച്ചും അല്ലെങ്കിൽ ഫൈബറും ആയിട്ടുള്ള കണ്ടൻസ് മാത്രമുള്ള ഫുഡുകളാണല്ലോ. അത് മാത്രമല്ല, നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. നമുക്ക് ശരീരത്തിന് എന്താണോ ആവശ്യം അതെല്ലാം മിക്സ് ചെയ്തൊരു ഫുഡാണ് നമ്മൾ ഹെൽത്തിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ കാർബ്സ് തീരെ ഇല്ല എന്നാണ് പറയുന്നത്? അല്ല, കാർബ്സ് തീരെ ഇല്ല എന്നല്ല, കാർബ്സും നമുക്ക് വേണം, അതാണ് നമുക്ക് ഊർജ്ജം നൽകുന്നത്. അന്നേരം കാർബ്സും ഉണ്ട്, കാർബും ആവശ്യത്തിന്, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനായിട്ടുള്ള കാർബ്സും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി ഫൈബർ എല്ലാം കൂടി മിക്സ് ചെയ്ത് എല്ലാം ഉണ്ട്. ഷെഫിൻ്റെ ജേർണിയിൽ ഷെഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, അതല്ലെങ്കിൽ ഷെഫിൻ്റെ റോൾ മോഡൽ ആരാണ്? എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയെ അത്രയും സ്നേഹിക്കുന്നു. ഞാൻ ഉണ്ടാക്കി കൊടുത്തതിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ആസ്വദിച്ച് ഏറ്റവും സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുത്തതും എൻ്റെ അമ്മയ്ക്ക് തന്നെയാണ്. അമ്മയുടെ കൈപുണ്യം അങ്ങനെയാണോ? അതായത് ഞാനൊരു ഷെഫാവുക എന്നതുപോലും ഞാനെന്ന് ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയൊരു ഗുണം കൊണ്ട് മാത്രമാണ്. ഞാനതിലൊത്തിരി സന്തോഷിക്കുന്നു. ഞാനെന്നൊരു ഷെഫായതിൽ അതിന് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അമ്മ നല്ലൊരു റോൾ മോഡലാണ്. ഷെഫ് ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടിലും ഒരുപടി മിക്കവാറും അമ്മയുടെ കുക്കിങ് വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ റോൾ മോഡലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ ഇനി ആഗ്രഹിക്കുന്നതായാലും ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഹാപ്പിയായിട്ട് ഞാൻ കാണുന്നത്. ഇനി അതിനേക്കാളും എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നതും ഞാൻ വളരെ സന്തോഷവാനാണെങ്കിലും പ്രത്യേകിച്ചും ഞാൻ അതിൽ ഏറ്റവും സന്തോഷം കൊണ്ടുവന്നത് എൻ്റെ അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെയാണ്. ഷെഫ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. ഷെഫിൻ്റെ ഈ ഷെഫ് ജേർണിയിൽ ഷെഫ് കൈപുണ്യം എന്ന ആ ഒരു ഫാക്ടറിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ കൈപുണ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ കൈപുണ്യം എന്ന് പറയുന്നത് എൻ്റെ കൺസെപ്റ്റിൽ അത് സ്നേഹമാണ്. അതായത് നമ്മളൊരു ഫുഡിനെ എത്രത്തോളം സ്നേഹിച്ചുണ്ടാക്കുന്നോ ആ ഫുഡിലേക്ക് ചേർക്കേണ്ട ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് സ്നേഹം. അത് സ്നേഹത്തോടെ നമ്മൾ ആർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ആ ഫുഡിനൊരു പ്രത്യേക രുചിയായിരിക്കും. അല്ല സാധാരണ നമ്മൾ ഹോട്ടലെല്ലാം ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 11 മണിക്കെല്ലാം ഒരു ഓർഡർ വരുമ്പോൾ നമ്മൾ പ്രായിക്കൊണ്ടെല്ലാം ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും.
ആ ഫുഡിന് ഉണ്ടാക്കുന്നതും നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ആ കൊടുക്കുന്ന ആൾക്ക് ഇഷ്ടപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതിൽ നമ്മുടെ സ്നേഹം കൂടി ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഫുഡിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അതാണ് എൻ്റെ കൈപുണ്യം എന്ന് പറയുന്നത്, സ്നേഹം തന്നെയാണ്. കെൽത്തിയിൽ വന്നതിന് ശേഷം ഷെഫിന് ബോഡിയിൽ അത്യാവശ്യം ചേഞ്ചസ് വന്നു. ഭക്ഷണം കൊണ്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം, ഭക്ഷണം കഴിക്കാതെ അല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താം എന്ന് ഷെഫിനൊരു അറിവ് കിട്ടിയത് കെൽത്തിയിൽ നിന്നാണ്. തീർച്ചയായിട്ടും അത് എനിക്ക് മാറ്റം വന്നു. അതിലുപരി എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും വലിയ വ്യത്യാസമുണ്ടായി. അതായത് എൻ്റെ മമ്മിക്ക് ഷുഗർ 9.8 ആയിരുന്നു, അതിന്ന് 5.8 ആയി മാറി. അതുപോലെ എൻ്റെ പപ്പ ഒത്തിരി ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ എന്നെ കണ്ടിട്ട്, എൻ്റെ മാറ്റം കണ്ടിട്ട്, ബോഡിയിൽ വന്ന ചേഞ്ച് കണ്ടിട്ട് എൻ്റെ സുഹൃത്തുക്കൾ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട് കെൽത്തിയിൽ. ശരിക്കും കെൽത്തിയിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ, എൻ്റെ കുടുംബത്തിലെല്ലാം ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾക്ക് പോലും ഈ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഭക്ഷണം മാത്രമല്ലാതെ ഡ്രിങ്ക്സ് അതുമുണ്ടല്ലോ. തീർച്ചയായിട്ടും ഡ്രിങ്ക്സിൽ ഞാൻ കേട്ടിട്ടുള്ളത് പ്രോബയോട്ടിക് ഡ്രിങ്ക്സ്, അത് ഹെൽപ്ഫുൾ ആണ് നമുക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി. അതിനെപ്പറ്റി തീർച്ചയായിട്ടും ഇപ്പോൾ കെൽത്തിയിൽ വന്നതിന് ശേഷമാണ് കംബൂച്ച എന്ന് പറഞ്ഞ ഡ്രിങ്കിനെ കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത്. ഇവിടെ നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കെൽത്തിയിൽ കംബൂച്ചനെ സംബന്ധിച്ച് ഇപ്പം ഞാനത് കഴിച്ചതിന് ശേഷം, ഞാൻ എല്ലാ ദിവസവും കംബൂച്ച ഒരു 250 ml കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അത് കഴിച്ചതിന് ശേഷം എൻ്റെ വയറിന് ഒത്തിരി, എൻ്റെ ഗട്ട് ഒത്തിരി ക്ലിയറായി. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോശം പോവുക, അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പലപ്പോഴായിട്ടായിരുന്നു. ഇപ്പോൾ ഇതിനെല്ലാം ഒരു സ്ഥിരതയായി. അതായത് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ ഒരു റൊട്ടീനായി. അതായത് എനിക്ക് മാത്രമല്ല, ഇത് ശരിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും അതുപോലെയായി. എൻ്റെ കുട്ടികൾക്കായാലും എൻ്റെ ഭാര്യയ്ക്കായാലും പപ്പയ്ക്കും മമ്മിക്കും എല്ലാം ഇതുപോലെ. അതായത് നല്ലൊരു വ്യത്യാസം വന്നു ഈ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട്. അതുപോലെ ഇന്ന് മറ്റുള്ളവർക്ക്, നമ്മളിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയ കൊക്കോളയും സ്പ്രൈറ്റും പെപ്സിയെല്ലാം നമ്മൾ കഴിക്കുന്നു. അതിനെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് കംബൂച്ച. അതുപോലെ നമുക്കിന്നിപ്പോൾ ഇവിടെ ഇത് മാത്രമല്ല ഉള്ളത്, കംബൂച്ച മാത്രമല്ല, കഫീർ, ടെപ്പാച്ച, വാട്ടർ കഫീർ, ഇങ്ങനെ അനേകം പ്രോബയോട്ടിക് നമ്മളിപ്പോൾ കെൽത്തിയിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കഴിക്കുമ്പോൾ ഒത്തിരി പേർക്ക് നല്ല വ്യത്യാസമുണ്ട്. കംബൂച്ച എന്നുള്ളൊരു ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് അത്ര അറിയത്തില്ലായിരുന്നു. കംബൂച്ച എന്നതിൽ ശരിക്കും നമ്മുടെ ഗട്ടിനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കംബൂച്ച കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. വെയിറ്റ് ലോസിന് ഒരു ചെറിയ ഘടകമാണ്. മെയിനായിട്ട് ഇതിൽ നമ്മുടെ ഗട്ടിൻ്റെ ക്ലാരിറ്റിയാണ്. ഗട്ട് ക്ലിയർ ആവുക എന്നുള്ളതാണ് കംബൂച്ച കഴിക്കുന്നതുകൊണ്ടുള്ള. അതിൻ്റെ ഒപ്പം തന്നെ, കംബൂച്ച കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഫൈബർ അടങ്ങിയ, നാരടങ്ങിയ ഫുഡുകളും കൂടി നമ്മൾ കഴിക്കണം. ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, അതുപോലെ ഫൈബർ അടങ്ങിയ മറ്റ് ഫുഡുകൾ എല്ലാം നമ്മൾ കഴിക്കണം. അതായത് പ്രോബയോട്ടിക് കഴിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പ്രീബയോട്ടിക് നമ്മൾ കഴിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകുമ്പോൾ. ഫൈബറും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൈബർ നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും. നമ്മുടെ കെൽത്തി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 year ആയി. കെൽത്തി അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എന്നുള്ളൊരു ഐഡിയ ഷെഫിൻ്റെ ആണോ? എൻ്റെ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ എബി ഐസക്, ആളുടെയാണ് ഈ ഐഡിയാസ്. ആൾ പറഞ്ഞു തന്നത് നമ്മളും കൂടി ചെയ്തു എന്നുള്ളൂ. ശരിക്കും ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ആളുടെയാണ്. അത് എൻ്റെ ലൈഫിൽ വരുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി മാറ്റം വന്നു. ഇന്ന് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി പേർക്ക്, അതായത് സാധാരണ ഹോട്ടൽ പോലെയല്ല, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോലെയല്ല, നമ്മളിവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഞ്ച്, ഡിന്നർ, ഇത് 2 നേരം നമ്മൾ കൊടുക്കുന്നു. അങ്ങനെ സബ്സ്ക്രിപ്ഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അന്നേരം ഒത്തിരി പേർക്ക് ആ മാറ്റങ്ങളുണ്ട്. എന്നാൽ എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് സക്സസ് ആയതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നതിൽ എനിക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഹെൽത്ത് തന്നെയാണ്. എൻ്റെ ആരോഗ്യം, ആരോഗ്യത്തിലുള്ളൊരു മാറ്റം, എൻ്റെ ഹെൽത്തിലുള്ളൊരു വ്യത്യാസമാണ് ഞാനിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് പോലും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ക്രെഡിറ്റ് എബി ഐസക്കിന് തന്നെയാണ്. ആളുടെ ഒരു മാസ്റ്റർ ബ്രെയിനാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത്. നമുക്കൊരു ഭക്ഷണം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ടേസ്റ്റ് പ്ലസ് ഒരു സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് മിക്ക ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷുഗർ ക്രേവി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ക്രേവിങ്സ് എനിക്ക് ഭയങ്കരമാണ് ഷുഗറിൻ്റെ. ഷുഗർ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്കതൊരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാകും. എനിക്ക് ഞാൻ കഴിച്ച ഒരു ഐസ്ക്രീം ആണെങ്കിൽ തന്നെ എനിക്ക് അതിൽ നിന്നൊന്നും ബെനിഫിഷ്യലായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും ഷെഫ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഹെൽത്തിയിൽ ഏത് ഫുഡ് കഴിച്ചാലും അവിടെ സാറ്റിസ്ഫാക്ഷൻ പ്ലസ് ഹെൽത്ത് എന്നുള്ളൊരു ഫാക്ടർ അവിടെയുണ്ട്. അല്ലേ? അതായത് ഞാനും ഷുഗറിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അതായത് പ്രത്യേകിച്ചും പായസമെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴും പായസമെല്ലാം കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പായസം, ഐസ്ക്രീമെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്.
പക്ഷേ ഇവിടെ വന്ന് പ്രോട്ടീൻ നമ്മൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ, പ്രോട്ടീൻ ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞപ്പോൾ, അതും നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീൻസാണ്. ഇപ്പോൾ ചിക്കന് നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ, അല്ലാതെ പ്രോട്ടീൻ പൗഡറോ അങ്ങനെയല്ല, നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസാണ്. അന്നേരം ഇത് കൂടുതലായിട്ട് കഴിച്ചുമ്പോൾ ശരിക്കും നമുക്ക് ആ ഷുഗറിനോടുള്ള ടെൻഡൻസിയിൽ അത് ശരിക്കും ഒരു സ്റ്റോപ്പായി. അതായത് ഇപ്പോൾ ഒരു നിർബന്ധമില്ല, ഒരു പായസം വെച്ചു, ആ പായസം കുടിച്ചേ തീരൂ എന്നോ നിർബന്ധമില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ കേക്ക് മുറിച്ചു, അതൊരു പീസ് കഴിച്ചു എന്നല്ലാതെ അതിലുപരി അത് പിന്നെയും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമില്ല. ശരിക്കും നമ്മുടെ ആ ബ്രെയിനിൽ അവിടെ അതൊരു കട്ടായി. അത് ഇതിലൂടെ വന്നൊരു മാറ്റമാണ്. ഇപ്പോൾ നമ്മുടെ പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ കമ്പൂച്ച, കഫീറൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ കമ്പൂച്ചയൊക്കെ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു ഷുഗർ കണ്ടന്റ് ഉണ്ടാവില്ലേ അതിൽ? അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 12 days വെച്ചിട്ടാണ് കമ്പൂച്ച ഉണ്ടാക്കുന്നത്. അന്നേരം ഇതിലിടുന്ന ഷുഗർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പാം ജാഗ്രിയാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ സൾഫർ ഫിഷ് ഷുഗർ. ഈ ഷുഗർ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതിലെ ബാക്ടീരിയസ് കഴിച്ചു തീർക്കുകയാണ്. ബാക്ടീരിയയുടെ ഫുഡായിട്ടാണ് മാറുന്നത്. അന്നേരം ഇത് ശരിക്കും നമ്മൾ ഒരു 0.5 ആണ് ഒരു 100 ml ഉണ്ടാവുള്ളൂ. അതിന് മേലിൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്നുള്ള കെൽത്തിയിൽ നിന്നുള്ള കമ്പൂച്ചയിൽ ഒരു കാരണവശാലും അതിന് മേലിൽ ഷുഗർ ഉണ്ടാവില്ല. അത് വെക്കും തോറും ശരിക്കും അതിനും പിന്നെയും കുറയും. അപ്പോൾ ഇത്രയൊക്കെ അറിഞ്ഞൊരു സ്ഥിതിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി, കെൽത്തിയിൽ എന്തൊക്കെ ഫുഡ്സ് ആണുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ പ്രോബയോട്ടിക് ഡ്രിങ്ക്സ് പറഞ്ഞു, ചിക്കൻ, മീറ്റ്, ട്യൂണയൊക്കെ പറഞ്ഞു. ഫുഡിൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് ആണ്? ഫുഡിൽ വെറൈറ്റീസ് ഇപ്പോൾ ചിക്കൻ്റെ ഒരു 10ലധികം വെറൈറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം നമ്മുടെ ഒരു സിഗ്നേച്ചർ ഡിഷ് എന്ന് പറയുന്നത് ഹെർബ് റോസ്റ്റ് ചിക്കനാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് മസാലകളോ കാര്യങ്ങളോ ഒന്നും കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് മാരിനേഷൻ, കോണ്ടി മാരിനേഷനാണ്. ഹെർബ്സുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹെർബ്സുകൾ, റോസ്മേരി, തൈം, ഒലിവ് ഓയിൽ, മസ്റ്റാർഡ് പേസ്റ്റ്, പിങ്ക് സാൾട്ട്, ക്രഷ് പെപ്പർ, ഇങ്ങനെ ഒരു മാരിനേഷനിൽ അത് ജസ്റ്റ് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ്, ആൻറ്റി ഓക്സിഡൻസ്, കളർ, മിക്സഡ് കളർ, നാച്ചുറൽ കളറുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് കളറുകൾ ചേർന്ന വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ചേർന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ക്യാപ്സിക്കത്തിൽ തന്നെ 3 കളർ ക്യാപ്സിക്കം, ബീൻസ്, ക്യാരറ്റ്, ബ്രൊക്കോളി, ഇതെല്ലാം കൂടി ചേർന്ന മിക്സാണ്. അതായത് എല്ലാം കൂടി ചേർന്നൊരു ഡിഷാണ് ഹെർബ് റോസ്റ്റ് ചിക്കൻ. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയത് ബട്ടർ കാഫ്റ്റ് ചിക്കൻ. അതിലായാലും ചിക്കൻ പ്ലസ് ഡിഫറെൻറ്റ് ടൈപ്പ് വെജിറ്റബിൾസ്. ഇപ്പോൾ അതിൽ ഓണിയൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ക്യാപ്സിക്കംസ് ഉണ്ട്. അതായത് എല്ലാത്തിലും നമ്മൾ പ്രോട്ടീൻ മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഫൈബർ എല്ലാം കൂടി ചേർന്ന ഒരു മിക്സറതാണ് നമ്മുടെ എല്ലാ ഡിഷുകളും. ഇപ്പോൾ ചിക്കൻ്റെ അങ്ങനെ ഡിഫറെൻറ്റ് കോൾഡ് സലാഡ്സ് ഉണ്ട്, ഹോട്ട് ഫുഡ്സ് ഉണ്ട്, ചിക്കൻ്റെ ഡിഷുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഫിഷിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഫിഷിലും ഉണ്ട്. ഹെർബ് റോസ്റ്റ് ഫിഷ് ഉണ്ട്, പുനാവ് വിത്ത് ഫിഷ് ഉണ്ട്. അങ്ങനെ ഫിഷിൽ ഒത്തിരി വെറൈറ്റി സലാഡുകളുണ്ട് നമ്മൾ. അതുപോലെ ബീഫിലും ടെൻഡർലോയിൻ, ഹെർബ് റോസ്റ്റ് ബീഫ് ഉണ്ട്. ടെൻഡർലോയിനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെൻഡർലോയിൻ മീറ്റാണ് യൂസ് ചെയ്യുന്നത്. മീറ്റ് നല്ല സോഫ്റ്റാണ്. അതുപോലെ ബീഫിൻ്റെ ഒത്തിരി സലാഡുകളുണ്ട്. പിന്നെ ഇനി അതിൽ നിന്ന് മാറി നമ്മൾ പനീറിൻ്റെ ഡിഷുകളുണ്ട്, മഷ്റൂംസിൻ്റെ. നമ്മുടെ എല്ലാ ഡിഷിലും മിക്കതിലും തന്നെ മഷ്റൂംസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മഷ്റൂംസിൽ ഒത്തിരി പ്രോട്ടീൻ ഘടകമുണ്ട്, അതുപോലെ ഫൈബേഴ്സ് ഉണ്ട്. അന്നേരം എല്ലാം കൂടി മിക്സ് കലർന്ന ഒരു ഫുഡാണ്. അതായത് നമുക്കിപ്പോൾ ചിക്കനിലാണെങ്കിൽ ചിക്കൻ മാത്രമല്ല, പിന്നെ അതുപോലെ ലീവ്സി വെജിറ്റബിൾസ്, ഇപ്പോൾ സ്പിനാച്ച് തന്നെ 2-3 വെറൈറ്റി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ലെറ്റ്യൂസിൻ്റെ 3-4 വെറൈറ്റി, പിന്നെ മൈക്രോ ഗ്രീൻസ് നമ്മളൊരു 3-4 വെറൈറ്റി മൈക്രോ ഗ്രീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സലാഡ്സിലെല്ലാം. അതായത് എല്ലാം കൂടി നമ്മുടെ ഫുഡിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മിക്സ് കലർന്നതാണ്. അതായത് പ്രോട്ടീനും ഫൈബറും എല്ലാം കൂടി മിക്സ് കലർന്നൊരു കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നാൽ ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനൊരു കുറവ് വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഏകദേശം 2 മണി 3 മണിയാകുമ്പോൾ ലഞ്ച് കഴിക്കുന്നു. ഈ ലഞ്ച് കഴിച്ചാൽ പിന്നെ ഞാൻ അടുത്ത ദിവസം വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് ഡിന്നറില്ല. അന്നേരം ഞാൻ വിശപ്പ് സഹിച്ചിരിക്കുകയല്ല ചെയ്യണേ, എൻ്റെ വിശപ്പ് അവിടെ സ്റ്റോപ്പ് ആവുക. കാരണം അത്രയും പ്രോട്ടീൻ കഴിക്കുന്നു. അതായത് നമ്മൾ ഏകദേശം ഒരു 250 ഗ്രാമോളം ചിക്കൻ കഴിക്കുന്നു ലഞ്ച്. അതിൻ്റെ കൂടെ ഇത്രയും അടങ്ങി ഏകദേശം എല്ലാം കൂടി ഒരു 350-400 ഗ്രാം ഉണ്ടാവും. ഇത്രയും ഗ്രാം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ വിശപ്പ് അവിടെ സ്റ്റോപ്പ് ആവുക. ഇപ്പോൾ വെയിറ്റ് ഷെഫിന് ഇത്ര മാസം കൊണ്ട് 90 എന്നുള്ളത് 76 ആയെന്ന് ഷെഫ് 76 ആയി. അപ്പോൾ ഷെഫിൻ്റെ ആ റൂട്ടീൻ എന്ന് പറയാം, രാവിലെ എന്തായിരിക്കും കഴിക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ എപ്പോഴും എഗ്സാണ് കൂടുതൽ യൂസ് ചെയ്യുക. എഗ്സിൻ്റെ ഒന്നല്ലെങ്കിൽ ഓംപ്ലേറ്റ്സ്, അല്ലെങ്കിൽ ബോയിൽഡ് എഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും സലാഡ്സ്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കഴിക്കുന്നത്, വെജിറ്റബിൾ സലാഡ്സ്. അതെ. അത് ഉച്ചയ്ക്ക് ലഞ്ചിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഹെർബ് റോസ്റ്റ് ചിക്കൻ, അതിൽ ബട്ടർ കാഫ്റ്റ് ചിക്കൻ, അല്ലെങ്കിൽ ബട്ടർ കാഫ്റ്റ് ബീഫ്, ടൂണ പ്രോട്ടീൻ ബോള്,
അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഏതെങ്കിലും ഡിഷുകൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ മറ്റു പ്രോപ്പർട്ടികളിലെല്ലാം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ ദോശയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ഉച്ചയ്ക്ക് ഒന്നല്ലെങ്കിൽ മീൽസ് അല്ലെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, വൈകുന്നേരം ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ നാൻ റൊട്ടി, ഇങ്ങനെ ഐറ്റംസ് ആയിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ആ ഒരു വ്യത്യാസമാണ് ഇന്ന് എൻ്റെ ശരീരത്തിൽ കാണുന്നത്. ഞാൻ പ്രത്യേകിച്ച് വലിയ എക്സസൈസോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ഇപ്പോൾ ഇതുപോലൊരു വെയിറ്റ് റെഡ്യൂസ് ആയത്. വെയിറ്റ് റെഡ്യൂസ് ആയിരുന്നല്ലോ ഉപരി എൻ്റെ എനർജി നേരത്തേക്കാളും 10 മടങ്ങ് വർദ്ധിച്ചു എല്ലാ കാര്യത്തിലും. അതായത് നല്ലൊരു ഹെൽത്തി ഉള്ള ആളായി. അതായത് വെയിറ്റ് കുറഞ്ഞപ്പോൾ. സാധാരണ കാപ്സ് കഴിക്കുമ്പോഴാണ് നമുക്ക് എനർജി കൂടുതൽ കിട്ടുന്നതെന്ന് അത് സത്യം തന്നെയാണ്. പക്ഷേ കാപ്സിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് പ്രോട്ടീൻ പ്ലസ് ഫൈബർ പ്ലസ് എല്ലാം കൂടി ഒരു മിക്സ് കലർന്ന് വന്നപ്പോഴാണ് നമുക്കിത് ശരിക്കും അന്നേരം നമ്മുടെ ശരീരത്തിൽ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡെയിലി കാപ്സ് മാത്രമാണ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഏത് സമയത്തും ചോറ് കഴിക്കുന്നു, ഉച്ചയ്ക്ക് അത് കഴിഞ്ഞാൽ റൊട്ടി കഴിക്കുന്നു, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു. ഇവിടെ എല്ലാം കാപ്സാണ് കൂടുതൽ വരുന്നത്. പിന്നെ അനാവശ്യമായി മസാലാസ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിനായാലും വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ ബട്ടർ, ഒലിവ് ഓയിൽ, അതുപോലെ അവക്കാഡോ ഓയിൽ, ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പം ഇനി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഡാൾഡോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഹെൽത്ത് കിച്ചണിലില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ഫുഡ് ആ ഫാറ്റായാൽ പോലും ഗുഡ് ഫാറ്റാണ് നമ്മുടെ ശരീരത്തിനില്ല. ഇപ്പം നമ്മുടെ ഫുഡിൽ ഇച്ചിരി ഓയിൽ കൂടുതലാണെങ്കിൽ പോലും അത് ഹെൽത്തി ആയിട്ടാണ്. നമ്മുടെ സലാഡുകളിലെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ വിർജിൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ അവക്കാഡോ ഓയിൽ. ഞാൻ കുക്കിങ്ങിനെ യൂസ് ചെയ്യുന്ന ഹോട്ട് ഫുഡിൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ബട്ടറാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ LDL ചീത്ത കൊളസ്ട്രോൾ ഇല്ല, നല്ല ഫാറ്റാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് ഫുഡ്സ് മാത്രമല്ലാണ്ട് ഡെസേർട്ട്സും അവൈലബിൾ ആണോ? നമുക്ക് ഇപ്പം നിലവിൽ ഡെസേർട്ട്സ് ഇല്ല. നമുക്ക് ഫ്യൂച്ചറിൽ ഡെസേർട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഇപ്പം നമുക്ക് അതിന് പകരം നമുക്ക് യോഗട്ട് ബോളുകളുണ്ട്. അതായത് A2 മിൽക്കിലുള്ള യോഗട്ട്, അത് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് യോഗട്ട് ബോളിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിയ സീഡ്, ഫാക്ട് സീഡ്, അതുപോലെ തന്നെ നട്ട്സ്, പംകിൻ സീഡ്, വാൽനട്ട്, ഫിഗ്, ബദാം, അതുകൂടാതെ ഫ്രൂട്ട്സുകൾ, ഇപ്പോൾ പേരയ്ക്ക, അതുപോലെ ആപ്പിള്, ബ്ലൂബെറി, അങ്ങനെ ഉണ്ടാക്കുന്ന നമ്മളൊരു യോഗട്ട് ബോൾ. വേറെ ഷുഗറോ ഹണിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ശരിക്കും പക്ക ഒരു പ്രോട്ടീൻ ബോൾ യോഗട്ട് ബോളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഡ്രിങ്ക്സ് ആയിട്ടുണ്ട്, സ്മൂത്തീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ബ്ലൂബെറി സ്മൂത്തി ഉണ്ട്. 2-3 വെറൈറ്റി സ്മൂത്തീസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്മൂത്തീസിൽ എന്തെങ്കിലും സ്വീറ്റ്ന് ഫാക്ടർ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നമ്മൾ ഓട്സ് മിൽക്ക് അല്ലെങ്കിൽ ബദാം മിൽക്കിലാണ് നമ്മൾ സ്മൂത്തീസ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ എക്സ്ട്രാ ഷുഗറോ അല്ലെങ്കിൽ ഹണിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഹെൽത്തി ഫുഡ്സിനെ പറ്റി ഞാൻ കേട്ടു. ശരിക്കും എനിക്ക് മനസ്സിലായത് കെൽത്തി എന്നുള്ളത് ഹെൽത്തി ലീവിങ് ആണെന്ന് മനസ്സിലായി. എന്താണ് കെൽത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കെൽത്തി കൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നത്? കെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആരോഗ്യം, അതാണ് ഹെൽത്തി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമ്മുടെ ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിലേക്കുള്ള ഒരു ചവിട്ടുപിടിയാണ് ഹെൽത്തി. അതായത് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു, അതും വളരെ സിമ്പിളായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു, നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ അതിലേക്കുള്ള ഒരു ചവിട്ടുപിടിയാണ് ഹെൽത്തി. ഓക്കെ, ഫൈൻ. നമ്മൾ ഫുഡിനെ പറ്റി കേട്ടു, ഡ്രിങ്ക്സിനെ പറ്റി അറിഞ്ഞു. ഇതെല്ലാം നമുക്കിനി നമ്മുടെ കയ്യിലോട്ട് എത്തുന്നത് എങ്ങനെ അവൈലബിൾ ആയിരിക്കും എന്ന്, അതെങ്ങനെ കിട്ടും എന്നൊന്ന് അറിഞ്ഞാൽ നല്ലതായിരുന്നു. നമുക്കിത് ശരിക്കും ഹെൽത്തി കേരളം മൊത്തം എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ കാക്കനാട് എന്ന സ്ഥലത്താണ് നമുക്കിപ്പോൾ ഹെൽത്തി സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്ക് ഫേസ് 2ൻ്റെ ബാക്കിലായിട്ട് വരും ഇപ്പോഴത്തെ ഈ സ്ഥാപനം. നമുക്കിത് മറ്റ് ജില്ലകളിലും എറണാകുളം ജില്ലയുടെ മറ്റ് ഭാഗങ്ങളിലേക്കും നമ്മളിത് അടുത്ത ബ്രാഞ്ചായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് ആപ്പ് ത്രൂ വഴി നമുക്ക് ഓർഡർ ചെയ്യാം, അതുപോലെ ഫോണിലൂടെ ഓർഡർ ചെയ്യാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നമുക്ക് സാധനം മേടിക്കാം. ഈ ഓപ്ഷൻസാണ് ഇപ്പോൾ നിലവിലുള്ളൂ. നമ്മളത് ഫ്യൂച്ചറിൽ എറണാകുളം ജില്ലയുടെയും കേരളത്തിൻ്റെയും പല ഭാഗങ്ങളിലായിട്ട് നമുക്കിത് കിട്ടും. നമുക്കപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും നമുക്കിത് അവൈലബിൾ ആണ്. കെൽത്തിയുടെ ആപ്പ് ഉണ്ട്. അന്നേരം ഇതിലൂടെ കെൽത്തി എന്നത് ഇത് ത്രൂ വഴി നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ലിമിറ്റോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റേഞ്ച് എന്തെങ്കിലും ലിമിറ്റേഷൻ ഉണ്ടോ? ഇപ്പം നമ്മൾ കാക്കനാട് നമ്മൾ ഇതിൻ്റെ അടുത്തുനിന്ന് 20 കിലോമീറ്റേഴ്സിനകത്താണ് നമുക്ക് ഇപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളൂ. വേറെ ഔട്ട്ലെറ്റ്സ് 20 കിലോമീറ്ററിന് പുറത്തില്ല. പുറത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം ഹെൽത്തിനെ പറ്റി പറഞ്ഞു, അതിൽ ഉപരിയായിട്ട് ഹെൽത്തിനെ പറ്റി സംസാരിച്ചു. ഷെഫിൻ്റെ ലൈഫ് കൊണ്ട് തന്നെ ഷെഫ് പ്രൂവ് ചെയ്ത് കാണിച്ചു ഫുഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അതിലുപരിയായിട്ട് ഷെഫിന് എല്ലാവരോടും എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? ഹെൽത്തി ആയിട്ടിരിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഫുഡ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ശരിക്കും
ഫുഡിന് അത്രയും പ്രാധാന്യമുണ്ട്. അത് പക്ഷേ കഴിക്കേണ്ട ഫുഡ് ഉണ്ടാക്കേണ്ട രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് വീട്ടിലാണെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നിട്ട് കഴിക്കാനോ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാനോ പറ്റില്ല. നമ്മൾ വീട്ടിലാണെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് കോക്കനട്ട് ഓയിൽ, ബട്ടർ, ഇതുപോലെ നല്ല കാര്യങ്ങൾ നമുക്കിന്ന് നമ്മുടെ തൊട്ടരികിൽ തന്നെ ഉണ്ട്. അന്നേരം ഇത് ഉപയോഗിക്കുക. അതുപോലെ സൺഫ്ലവർ ഓയിലും പാം ഓയിൽ, ഡാൽഡ, ഇതെല്ലാം മാക്സിമം നമ്മൾ ഒന്ന് ചുരുക്കുക. ഇതിന് ശേഷം പ്രോട്ടീൻ നമ്മുടെ ഫുഡിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ അത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. അതിൻ്റെ ഒപ്പം തന്നെ ഫൈബറും നമ്മൾ ഉൾപ്പെടുത്തുക. അതായത് നമ്മൾ ശരിക്കും ഒരു ദിവസമോ 2 ദിവസമോ കഴിക്കേണ്ട ഒരു ഫുഡല്ല. ഇപ്പോൾ ഹെൽത്തി എന്ന ഫുഡ് നമ്മൾ ഒരു ദിവസം മേടിച്ച് നിർത്തുകയല്ല. ശരിക്കും ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ മന്ത്ലിയാണ് എടുക്കുന്നത്. അതൊരു മന്ത് 2 മാസം അത് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ വീട്ടിലാണെങ്കിലും അത് വല്ലപ്പോഴും കഴിക്കേണ്ട ഒരു ഫുഡായിട്ട് നമ്മളിതിനെ കാണരുത്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മളെപ്പോഴും കഴിച്ചാൽ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കും. ഹെൽത്തി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. ഇതൊരു ഗോളല്ല, ഇത് ശരിക്കും നമ്മുടെ ഒരു ദിനചര്യയാണ്. ഇത് ഡെയിലി നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടി ബിസിനസ്സിൻ്റെ പല മാർഗ്ഗങ്ങൾ തേടി പോകാറുണ്ട്. എന്നാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നും തന്നെ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഇപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ആരോഗ്യത്തോടെ തന്നെ ഇരിക്കട്ടെ. ഹെൽത്തിക്ക്, കേരളത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലൊരു പങ്ക് വഹിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു.